my dear students. എൻ്റെ പേര് ലിൻഡു എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് റിക്വസ്റ്റഡ് വൺ. വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്നോട് 6ാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെ ചാപ്റ്റേഴ്സ് ഒന്ന് എടുത്തു തരുമോ എന്നോട് കുറച്ച് കുട്ടികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന രീതിയിലാണ് ഐ എം ആക്ച്വലി മേക്കിംഗ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞാൻ അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ സിലബസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഏതൊക്കെ യൂണിറ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ അതിലേക്ക് നമ്മൾ കടക്കും. സോ 1 by 1 ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. അപ്പോൾ ആദ്യം നമുക്കുള്ളത് നോക്കേണ്ടതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടാണ് നിങ്ങളെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, അങ്ങനെ 3 യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് യൂണിറ്റുകളുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ. അതേപോലെ തന്നെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഓഫ് ലവ്. റെയിൻ ഓഫ് ലവ്, എത്ര മനോഹരമായ ടൈറ്റിലാണ് അല്ലേ. അതായത് ടൈറ്റിലിൽ നമ്മളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഓഫ് ലവ്, പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മഴ പെയ്യുകയാണ്. അപ്പോൾ അതെന്താണ്, എവിടെ നിന്നാണ് നമുക്ക് ഈ മഴ പെയ്യുന്നത് എന്നുള്ളതും എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു കുളിർമ കിട്ടുന്നത് എന്നുള്ളതും നമുക്ക് ഈ ചാപ്റ്ററുകളിലൂടെ പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇനി രണ്ടാമതൊരു യൂണിറ്റ് നമുക്ക് വരുന്നത് സ്റ്റിൽ വി റൈസ്. സ്റ്റിൽ വി റൈസ് ആണ് രണ്ടാമത്തെ യൂണിറ്റ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിംസസ് ഓഫ് നേച്ചർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ 3 രീതിയിലുള്ള യൂണിറ്റുകൾ അല്ലെങ്കിൽ ഈ 3 യൂണിറ്റുകളാണ് നിങ്ങൾക്കുള്ളത്. റെയിൻ ഓഫ് ലവ് ഒന്നാമത്തെ യൂണിറ്റ്, സ്റ്റിൽ വി റൈസ് രണ്ടാമത്തെ യൂണിറ്റ്, ഗ്ലിംസസ് ഓഫ് നേച്ചർ മൂന്നാമത്തെ യൂണിറ്റ്. ഇനി നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീമാണ് അല്ലേ. അതായത് എന്തിനെക്കുറിച്ചാണ് ഈ യൂണിറ്റ് പറയുന്നത്, വാട്ട് അബൌട്ട് ദ ചാപ്റ്റർ ഓർ യൂണിറ്റ് ടെൽസ് അബൌട്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ചാപ്റ്റർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബം അല്ലേ. നമുക്കെല്ലാവർക്കും വി ഓൾ ആർ ഹാവിങ് എ ഫാമിലി. We all are having a family. We all are having a grandfather, grandmother, mother, uncle, aunt, father. എല്ലാവരും നമുക്കുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ കുറേ ആളുകളുണ്ട് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ കഥകൾ പറഞ്ഞു തരാൻ നമുക്ക് മുത്തശ്ശിമാരുണ്ട്, കഥകൾ പറഞ്ഞു തരാൻ മുത്തശ്ശന്മാരുണ്ട്. നമ്മൾ വികൃതി കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടിക്കാൻ നമ്മളെ അമ്മയും അച്ഛനും ഒക്കെയുള്ളതാണ് നമ്മുടെ ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്, പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സിലൂടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ലൈഫ് വിത്ത് ഗ്രാൻഡ് കൂടെയുള്ള ജീവിതം. നമ്മുടെ ജീവിതം, അവർ ലൈഫ് വിൽ ബി വെരി കളർഫുൾ അല്ലേ. നമ്മളെ ലൈഫ്, നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നമുക്ക് കഥകൾ പറഞ്ഞു തരാനും നമ്മളെ ഊട്ടാനും ഉറക്കാനും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ആ ലൈഫ് ഒരു സ്വർഗമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കുട്ടികൾക്ക്, നിങ്ങൾക്ക് തന്നെ എൻ്റെ കുറേ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആദ്യത്തെ ചാപ്റ്റർ, യൂണിറ്റിലുള്ള ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. എൻ്റെ ജീവിതം ആരുടെ കൂടെയുള്ള ജീവിതമാണ്, ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയുള്ള ഒരു ജീവിതം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ പറയുന്നുണ്ട് ആസ് ആൻ എക്സസൈസ്. നമുക്ക് എല്ലാത്തിനും ഒരു എക്സസൈസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ട്രീ. വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരു ട്രീ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വളരെ മനോഹരമായൊരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ അവർ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ എഴുതി കൊടുക്കേണ്ട ഒരു കാര്യം, എഴുതി ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലെ നമ്മുടെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര്. അതായത് നമ്മുടെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാണ് നമ്മൾ പറയുക. അച്ഛനെ നമ്മൾ പറയുന്നത് ഗ്രേറ്റ്
ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ, അതേപോലെ തന്നെ നമ്മൾ അമ്മയുടെ പേര്, അമ്മയുടെ പേര്, ഗ്രാൻഡ് മദറിൻ്റെ പേര് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അല്ലേ, അമ്മയുടെയും അമ്മമ്മയുടെയും അമ്മ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ അങ്ങനെ അവരുടെ പേരുകൾ ഓരോന്നായിട്ട് നിങ്ങളുടെ ട്രീ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? യു ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് യുവർ മദർ, നെയിം ഓഫ് യുവർ ഫാദർ, നെയിം ഓഫ് യുവർ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലേ. അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ തന്നെ ആ ട്രീ അല്ലെങ്കിൽ ആ ഒരു ട്രീ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ പേര് ആദ്യം എഴുതുക, നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക, അമ്മയുടെ പേര് എഴുതുക, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അങ്ങനെ അങ്ങ് പോകും. അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനത് വേഗം വായിച്ചു പോവാം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലേ. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മകളും അല്ലെങ്കിൽ മകനും, അല്ലെങ്കിൽ ഒരു 2 കുട്ടികളും ഒരു അച്ഛനും അമ്മയും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര ആളുകളാണോ ഉള്ളത് അത് നിങ്ങളവിടെ എഴുതുക. അടുത്തെന്താണ്? ഹൂ ആർ ദേ? ആരൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ, ആരൊക്കെയാണ് അത്. പിന്നെന്താണ്? ഹിയർ ഈസ് എ ഫാമിലി ട്രീ, കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പാരൻസ്, ഗ്രാൻഡ് പാരൻറ്റ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് എക്സെട്ര, റൈറ്റ് ദെയർ നെയിം ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരുടെയൊക്കെ പേര് എഴുതിയിട്ട് ഈ ഒരു ട്രീ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതായത് ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അതെങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ, അതായത് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നൊരു കാര്യം, രാജ എന്ന് പറയുന്ന കുട്ടിയുടെ ഫാമിലി, രാജ എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ കഴിയുന്നത്. രാജയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അമ്മ നഷ്ടപ്പെട്ടു, അമ്മ മരിച്ചുപോയി, പക്ഷേ അച്ഛനുണ്ട്. പക്ഷേ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തും ഗ്രാൻഡ് മദറിൻ്റെ അടുത്തും ഈ രാജിനെ ആക്കിയിട്ട് അച്ഛൻ എങ്ങോട്ടേക്ക് പോവുകയാണ്? അവിടെ നിന്ന് പോവുകയാണ്. വെൻ ഹിസ് മദർ ഡൈഡ്, അവൻ്റെ അമ്മ മരിച്ച സമയത്ത് അവനെ എന്ത് ചെയ്യുകയാണ് ഈ അച്ഛൻ? ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തും ഗ്രാൻഡ് മദറിൻ്റെ അടുത്തും ഏൽപ്പിച്ചിട്ട് ഹി ഈസ് ആക്ച്വലി മൂവിങ് ഫ്രം ദാറ്റ് ഹോം. അപ്പോൾ അതാണ് ഈ ഒരു കഥയുടെ ഇതിവൃത്തം. അതായത് രാജ് എന്ന് പറയുന്ന കുട്ടി ആരുടെ കൂടെ ജീവിക്കുകയാണ്? ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും കൂടെ. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഹി വിൽ ബി ഗെറ്റിംഗ് സോ മെനി വാല്യൂസ് ഇൻ ഹിസ് ലൈഫ്, ഐഡിയൽസ് ഇൻ ഹിസ് ലൈഫ് അല്ലേ. ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വലായിട്ട് ആർക്ക് മാറാൻ കഴിയും? ഈ രാജുവിന് മാറാൻ കഴിയും. കാരണം അവൻ ആരുടെ കൂടെയാണുള്ളത്? ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും കൂടെയാണ്. എപ്പോഴും നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം അല്ലേ. നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ അടുത്ത് പോകുന്ന സമയത്ത് അവർ നമുക്ക് ചിലപ്പം ഉണ്ണിയപ്പവും നെയ്യപ്പവും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ചക്ക വരട്ടിയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടായിരിക്കും അവർ നമ്മളെയും കാത്തിരിക്കുക അല്ലേ. അപ്പോൾ അവിടെ പോകുന്നത് തന്നെ നമ്മളിപ്പോൾ അമ്മ വീട്ടിലും നമ്മൾ അച്ഛൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ. അവിടെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ആരുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മുത്തശ്ശി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് ഈ രാജു ഓടുന്നത് കാണാം. രാജ എന്നാണ് ആ കുട്ടിയെ വിളിക്കുന്നത് വീട്ടിൽ. ആ രാജ ഇങ്ങനെ ഓടുകയാണ്. അവൻ്റെ പിന്നാലെ തൊട്ട് പിന്നാലെ തന്നെ ഭക്ഷണവും എടുത്തിട്ട്, ഭക്ഷണത്തിൻ്റെ പാത്രവും എടുത്തിട്ട് അമ്മമ്മ അവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ മുത്തശ്ശി അവൻ്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് അല്ലേ, നമുക്കൊരു സന്തോഷമാണ് കിട്ടുന്നത്. കാരണം നമ്മളെ പിന്നാലെ നമ്മളെ കഴിപ്പിക്കാനും നമ്മുടെ കൂടെ വർത്താനം പറയാനും കഥകൾ പറയാനും നമ്മളെ ഉറക്കാനൊക്കെ മുത്തശ്ശിമാരുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ ആർക്ക് കിട്ടുകയാണ്? രാജിന് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാജ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ആ രാജിൻ്റെ പുറകെ അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശി, ആ കുട്ടിയുടെ മുത്തശ്ശി ഗ്രാൻഡ് മദർ ഇങ്ങനെ ഭക്ഷണവും കൊണ്ട് ഓടുകയാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിവരിക്കാനോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തെടുക്കാനോ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം നമ്മളെ ഊട്ടാനും നമ്മളെ ഉറക്കാനും നമുക്ക് ഭക്ഷണം തരാനും ഒക്കെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് നമ്മളെ ലൈഫിൽ. കുറേ ആളുകൾക്ക് അത് ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾക്കൊന്നും അത് ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാനത് ആദ്യം വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. സോ ഇത് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഹോം. ഓക്കെ, എൻ്റെ വീട്. ഓക്കെ, അപ്പോൾ എവ്രിബഡി കോൾഡ് മീ രാജ. It is not my real name, but I liked being called Raja.
I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. അപ്പോൾ ഇവിടെ ദ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? അത് രാജയാണ്. അപ്പോൾ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? രാജ. അപ്പോൾ രാജ എന്താണ് ഇവിടെ പറയുന്നത്? എവ്രിബഡി കോൾ മീ രാജ. അപ്പോൾ രാജ തന്നെയാണ് രാജയുടെ ലൈഫ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ രാജ എന്താ പറയുന്നത്? എവ്രിബഡി കോൾ മീ രാജ. എല്ലാവരും എന്നെ, അതായത് ആ വീട്ടിലുള്ള നാട്ടിലുള്ള എല്ലാവരും എന്നെ വിളിക്കുന്നത് എന്തായിട്ടാണ്? രാജ എന്നാണ്. എല്ലാവരും എന്നെ വിളിക്കുന്നത് രാജ എന്നാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. പക്ഷെ അതെൻ്റെ റിയൽ നെയിം അല്ല. എൻ്റെ ശരിക്കുള്ള പേര് രാജ എന്നല്ല. പക്ഷെ എല്ലാവരും എന്നെ വിളിക്കുന്നത് രാജ എന്നാണ്. എനിക്കും ആ വിളിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ അവൻ പറയുന്നൊരു കാര്യം എന്താണ്? ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയാണ്. ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, അതായത് ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്? ബിക്കോസ് ഹിസ് മദർ ഹാഡ് പാസ്ഡ് എവേ, മരിച്ചുപോയി, ഡൈഡ്. അപ്പം അമ്മ മരിച്ചതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ഈ ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും അടുത്ത് രാജയെ ആക്കിയിട്ട് ഹി ജസ്റ്റ് മൂവ്ഡ്. പിന്നെന്താണ് പറയുന്നത്? വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ബട്ട് വി വേർ എ സ്മോൾ ഫാമിലി. ദർ വെയർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യം എന്താ? എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് വൺ, ബിഗ് ഹൗസാണ്, വലിയൊരു വീടാണ്. പക്ഷേ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സ്മോൾ. അപ്പോൾ നമുക്കിവിടെ ഓപ്പോസിറ്റ്സ് ആണ് കിട്ടുന്നത് അല്ലേ? ലാർജിൻ്റെ ഓപ്പോസിറ്റാണ് സ്മോൾ. അപ്പോൾ വലിയൊരു ഹൗസാണ്, വലിയൊരു വീടാണെങ്കിൽ എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ. അപ്പോൾ ആരൊക്കെയാണ് ആ ഒരു ഫാമിലിയിലുള്ളത്? ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഒരു അങ്കിളുണ്ട്, അതേപോലെ തന്നെ രാജു ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ? വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. എനിക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, എനിക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ എന്ത് ചെയ്യാണ്? അവരവരുടെ സ്വന്തം വീടുകളിലാണ്. പിന്നെന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ് ആൻഡ് പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് കാണാനും ഗ്രാൻഡ് ഫാദർ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളോട് പിന്നെ രാജു പറയുന്നത്. അപ്പോൾ രാജു പറയുന്നൊരു കാര്യം എന്താ? ഗ്രാൻഡ് ഫാദർ വാസ് ടോൾ. വളരെ ഹൈറ്റൊക്കെയുള്ള, വളരെ ടോളായിട്ടുള്ള ഒരാളാണ് ഗ്രാൻഡ് ഫാദർ. ആൻഡ് ആ ടോള് പോലെ തന്നെ ഹി ഈസ് വെരി സ്ട്രോങ്, വളരെ സ്ട്രോങ്ങുമാണ്. പിന്നെന്താ? ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. അപ്പോൾ വളരെ സൗണ്ടിൽ, വളരെ ഒച്ചത്തിലാണ് ഈ ഗ്രാൻഡ് ഫാദർ സംസാരിക്കുക. ചില ആൾക്കാരുടെ പ്രത്യേകതയാണ് അല്ലേ? അവർ സംസാരിക്കുന്ന സമയത്ത് വളരെ ഒച്ചത്തിലായിരിക്കും അവർ സംസാരിക്കുക. അവർ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് അവിടെ റോഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താണ് പിന്നെ പറയുന്നത്? ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ് ആൻഡ് പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളെയും ആർക്കറിയാം? ഈ ഗ്രാൻഡ് ഫാദറിന് അറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ വില്ലേജിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ പ്രോബ്ലമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്നിട്ടാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് ഗ്രാൻഡ് ഫാദർ. ഇനി അടുത്ത് നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? നമ്മളെ ഫാമിലിയിലെ ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ, സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈറ്റ് യുവർ ഫുഡ്, ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയാണ് അല്ലേ? മുത്തശ്ശിയുടെ പ്രത്യേകത എന്താ? മുത്തശ്ശിനെ പോലെയൊന്നുമല്ല. മുത്തശ്ശൻ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണെങ്കിൽ മുത്തശ്ശി നേരെ തിരിച്ചാണ്. വളരെ ജെൻറ്റിലായിട്ടുള്ള, വളരെ പാവം ഒരു ലേഡിയാണ് ആര്? ഗ്രാൻഡ് മദർ. ആൻഡ് ഈ ഗ്രാൻഡ് മദർ എന്താ ചെയ്യുക? രാവിലെ എണീറ്റ് മുതൽ ജസ്റ്റ് ലൈക്ക് എ ഷാഡോ, ഒരു ഷാഡോ പോലെ അല്ലെങ്കിൽ ഒരു നിഴൽ പോലെ ഈ രാജിൻ്റെ പുറകേ ഉണ്ടാവും. ഭക്ഷണം കഴിക്കും മോനെ, മര്യാദയ്ക്ക് ഉറങ്ങും മകനെ, അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഈറ്റ് യുവർ ഫുഡ്, ഹാവ് യുവർ ബാത്ത്, കുളിക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശി ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ പറയുന്ന കാര്യം എന്താണ്? I did not like this, but still I loved her very much. എനിക്ക് മുത്തശ്ശി കുറേ എന്നെ ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നത്, കുറേ എന്നോട് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഐ ലവ്ഡ് ഹർ സോ മച്ച്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അമ്മമാരും മുത്തശ്ശിമാരും അമ്മമ്മമാരൊക്കെ നമ്മളോട് എപ്പോഴും ഇങ്ങനെ കഴിക്കുക, ഇരിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബോറ് പോലെ തോന്നും. പക്ഷെ അവരില്ലാതാവുമ്പോൾ അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവരുടെ ആ ഒരു വാല്യൂ മനസ്സിലാവുക. പിന്നെന്താണ് പറയുന്നത്? മൈ അങ്കിൾ
was young and very clever, he helped grandfather in looking after his field and gardens. People liked him and I too liked him very much. Whenever I was in a trouble, uncle would come to my help. ഇനി മൂന്നാമത്തെ ആള് അല്ലേ, മൂന്നാമത്തെ ഫാമിലി മെമ്പറിനെ കുറിച്ചാണ് രാജ് പറയുന്നത്. അതാരാണ്? അങ്കിളാണ് അല്ലേ. അപ്പോൾ അങ്കിളിൻ്റെ പ്രത്യേകത എന്താവും പറയുന്നത്? അങ്കിൾ ഈസ് വെരി ക്ലവർ, ഭയങ്കര ബുദ്ധിശാലിയാണ്. അപ്പോൾ അങ്കിളിൻ്റെ ഒരു ഡ്യൂട്ടി എന്താ? അങ്കിൾ എപ്പോഴും ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഒരു നിഴല് പോലെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗ്രാൻഡ് ഫാദറിനെ ഫീൽഡിലായാലും അല്ലെങ്കിൽ കൃഷിസ്ഥലത്തായാലും, അതേപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഗാർഡൻ, പൂന്തോട്ടത്തിലൊക്കെ ആരുടെ ഒരു കയ്യും കാലും ഒക്കെ കണ്ണും ഒക്കെ എത്തും? ഈ അങ്കിളിൻ്റെ. സോ അങ്കിൾ ഈസ് വെരി ക്ലെവർ ആൻഡ് ഹി യൂസ് ടു ഹെൽപ്പ് ദിസ് ഗ്രാൻഡ് ഫാദർ അല്ലേ. ഗ്രാൻഡ് ഫാദറിനെ ഫീൽഡിലായാലും പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഒക്കെ ആരാണ്? ഇറ്റ് ഈസ് ദി അങ്കിൾ. പിന്നെ പറയുന്നത് എന്താ? അങ്കിൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ അത്? ഈ രാജന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും ഓടി എത്തുന്നത് ആരാണ്? ഇറ്റ് വാസ് ദി അങ്കിൾ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് മെനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്താണ്? അറ്റ് ഹോം, ഓക്കെ, അവൻ്റെ വീട്ടിലായാലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് വില്ലേജിലൊക്കെ ആയാലും ഈ രാജ് എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ്? അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. കാരണം എന്താണ്? ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഇവനെ പുറത്ത് പോയി കളിക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനോ മിങ്കിൾ ചെയ്യാനോ നമ്മൾ പറയാം അല്ലേ, കൂടിച്ചേരുക. അപ്പോൾ അതിനൊന്നും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഒന്നിനും ആരും സമ്മതിക്കില്ല, ഗ്രാൻഡ് ഫാദർ സമ്മതിക്കില്ല. പിന്നെ അതുമല്ല, അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വില്ലേജിലുള്ള കുട്ടികളായാലും ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല. കാരണം എന്താ? അവർക്കൊക്കെ പേടിയാണ് ഈ ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ടും വരില്ല, രാജ അങ്ങോട്ടും പോവില്ല. അപ്പോൾ രാജ് ഇസ് അലോൺ ഇൻ ദാറ്റ് ഹൗസ്. അങ്ങനെ തന്നെ നമുക്ക് പറയാം. രാജിന് അധികം ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഹി വിൽ ബി ദെയർ. അവിടെ ആ വീട്ടിൻ്റെ പൂന്തോട്ടത്തിലും അവിടെയുള്ള ഫീൽഡിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് ആര് കളിക്കും? രാജ് കളിക്കും. ഇനി അടുത്ത് എന്താ പറയുന്നത്? യെറ്റ് life with grandfather was not dull. I liked my home and a very large garden all around it. There were many trees in the garden, coconut trees, mango trees and other kinds of trees. There were birds, butterflies and honeybee. There were many tanks with plenty of fish in them. Kingfishers, storks and other water birds came to the tanks to catch the fish. ഇനി അടുത്തതായിട്ട് നമ്മളോട് റൈറ്റർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ആ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഗ്രാൻഡ് ഫാദർ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പൂന്തോട്ടത്തിനെ കുറിച്ചും ആ പൂന്തോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പിന്നെ നമുക്ക് രാജ് വിവരിച്ചു തരുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ഞാൻ ആദ്യം പറഞ്ഞു, രാജാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ഐ എന്ന് യൂസ് ചെയ്തത് അല്ലേ. ഐ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. ഐ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒരു പ്രോനൗൺ ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഐ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക നമ്മളെക്കുറിച്ച്. ഓക്കെ, ഇപ്പം ഞാനൊരു കഥ എഴുതുന്നുണ്ട്, എന്നെക്കുറിച്ചൊരു കഥ എഴുതുമ്പോൾ ഞാൻ ഐ എന്ന് പറയും, മൈ എന്ന് പറയും, മൈൻ എന്ന് പറയും, മീ എന്ന് പറയും അല്ലേ. മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ എന്താണ് രാജ അടുത്തത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ പൂന്തോട്ടം അല്ലേ. ആ പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മളോട് എന്തൊക്കെയാണ് വിവരിച്ചത്? വളരെ മനോഹരമായിട്ട് രാജ് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. രാജ് പറയുന്ന കാര്യം എന്താ? ആ പൂന്തോട്ടത്തിൽ കുറേ മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങൾ അവിടെയുണ്ട്. ലൈക്ക് കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, അതുപോലെയുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ അങ്ങനത്തെ കുറേ മരങ്ങൾ എവിടെ കാണാൻ പറ്റും നമുക്ക്? ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ പൂന്തോട്ടത്തിൽ, ഗാർഡനിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാങ്ക്, ഓക്കെ, എ ബിഗ് ടാങ്ക്, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? വി ആർ ഹാവിങ് സം ഫിഷ്. അപ്പോൾ രാജിൻ്റെ പൂന്തോട്ടത്തിൽ വി ക്യാൻ സീ എ ബിഗ് ടാങ്ക് ദയർ. വലിയൊരു ടാങ്ക് നമുക്ക് കാണാൻ പറ്റും. ആ ടാങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളും ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്? അവിടെ വരുന്ന വിസിറ്റേഴ്സ്, നമുക്കൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ ഒരു ചെടിയും ഒരു മരവും ഒക്കെ നമ്മളൊരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വളരെ മനോഹരമായിട്ടുള്ള കുറേ ശബ്ദങ്ങളും വളരെ മനോഹരമായിട്ടുള്ള കുറേ പക്ഷികളെയും മൃഗങ്ങളെയും ചെറിയ ചെറിയ പ്രാണികളെയും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീടുകളിൽ പറ്റുമെങ്കിൽ, സ്ഥലമുള്ള വീടുകളാണെങ്കിൽ നമുക്ക് മുറ്റത്തും അതേപോലെ തന്നെ പറമ്പിലും
പറമ്പിലും ഒക്കെ എന്ത് ചെയ്യുക, കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതിൽ പക്ഷികൾ വന്ന് കൂട് കൂട്ടും, അതേപോലെ വേറെ മൃഗങ്ങളൊക്കെ കുഞ്ഞു അണ്ണാനും ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് നല്ലൊരു സീനറി ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇവിടെയും അതേപോലെ ഒരു സീനറിയാണ് രാജ് നമ്മളോട് പറയുന്നത്. അതായത് there were bird, butterflies and honeybees. honeybees തേനീച്ചകൾ, ബട്ടർഫ്ലൈസും അതേപോലെ തന്നെ ഹണി ബീയും അതേപോലെ കുഞ്ഞു പക്ഷികളും ഒക്കെ ഇവിടെ വരാറുണ്ട്, ഈ ഒരു പൂന്തോട്ടത്തിൽ വരാറുണ്ട്. അതേപോലെ ഇവൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മീനിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീനിനെ ഒന്ന് രാജ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഗ്രാൻഡ് ഫാദർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അങ്കിൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പക്ഷികൾ അവിടെ വരും. ലൈക്ക് കിങ് ഫിഷർ, സ്റ്റോക്സ് ആൻഡ് ഓൾ. ഇവരൊക്കെ എന്താണ്, അതായത് നമ്മുടെ ഈ ഒരു പുഴയുടെ കരയിലും അതേപോലെ വയലിൻ്റെ കരയിലും ഒക്കെയാണ് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ പറ്റുക. ഇതെന്തിനാണ്, കിങ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭക്ഷണം എന്താണ്, ചെറിയ മീനുകളാണ് കുളത്തു നിന്നൊക്കെ. അപ്പോൾ ഇവിടെ ഈ ടാങ്കിലുള്ള മീനുകളെയും ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിങ് ഫിഷറൊക്കെ അവിടത്തേക്ക് വരുന്നത്. ഇനി എന്താണ്, in a corner of the compound was a grove where trees, shrubs and creeps grow wild. Jackals, mongoose, wild cats and owls lived in the grove. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ചെടികളും അതേപോലെ തന്നെ ചെറിയ ചെടികളും പ്ലാന്റ്സും ഒക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാർ ആരൊക്കെയാണ്, മോങ്കോസ്, വൈൽഡ് കാറ്റ്സ്, ഔൾസ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും ചെല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്, മൂങ്ങകളും അതേപോലെ തന്നെ വൈൽഡ് കാറ്റ്സും കാട്ടുപൂച്ചകളും ഒക്കെയുള്ള ഒരു സ്ഥലവും ആ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. We had many cows, bulls and bullocks. Little cows played and ran about in our garden. അതേപോലെ തന്നെ അവിടെയുള്ളതാണ് പശുക്കുട്ടികളും ചെറിയ കാളകളും. അപ്പോൾ അങ്ങനെ കുറേ ബുൾസും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവൻ കളിക്കുന്നത് ആരുടെ കൂടെയാണ്, ഈ പശുക്കളുടെ കുട്ടികളുടെ കൂടെ, പശുക്കുട്ടിയുടെ കൂടെയും കാളക്കുട്ടന്മാരുടെ കൂടെയൊക്കെയാണ് this Raj used to play. I like to play with the cows and like to watch the birds in the garden. I looked for jackals coming out of the grove. I ran after mongoose and I caught butterflies and reptiles. So അവിടെ ആ ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഗാർഡനിൽ എന്തൊക്കെ മൃഗങ്ങളായാലും എന്തൊക്കെ പക്ഷികളായാലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രാജിൻ്റെ മെയിൻ പണി അല്ലെങ്കിൽ രാജിൻ്റെ ഒരു വിനോദം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോബി എന്ന് പറയുന്നത് എന്താണ്, പ്ലേയിങ് വിത്ത് ഓൾ ദീസ് ആനിമൽസ്. ഈ ആനിമൽസിൻ്റെ കൂടെ കളിക്കുന്നതാണ് രാജിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനാണ്. ആ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുക ഈ രാജും മുത്തശ്ശനും കൂടി പുറത്തേക്ക് പോവുകയാണ്, അവരുടെ ആ ഒരു കോമ്പൗണ്ട്, അവരുടെ ഒരു ഗാർഡനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ വലിയൊരു മരം ഉണ്ടാവും. അപ്പോൾ ആ മരത്തിൽ കുറേ ഇങ്ങനെ മഴ വീണിട്ട്, അതായത് അതിൻ്റെ ടൈറ്റിൽ തന്നെ മേക്കിംഗ് എ ഷവർ എന്നാണ്. മേക്കിംഗ് എ ഷവർ, ഒരു മഴ അല്ലെങ്കിൽ ഷവർ നമുക്കറിയാലോ, വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് പതിക്കുന്നതിനാണ് നമ്മൾ ഷവർ എന്ന് പറയുക. അപ്പോൾ ആ ഒരു മേക്കിംഗ് ഷവറാണ് രണ്ടാമത്തെ എന്താ പറയുക ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, പോർഷൻ. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദി സാൻഡൽവുഡ് ട്രീ. ദ ലീവ്സ് ഓഫ് ദ ട്രീ were full of raindrops. I knew I could make rain if I shook a tree, and grandfather and I would get a good shower. I like bathing in the rain, but he might not like it, but it would be great fun. അപ്പോൾ ഇവൻ പറയുന്നൊരു കാര്യം എന്താണ്, ഇവർ ഇങ്ങനെ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ എന്ത് ചെയ്യുകയാണ്, നല്ലൊരു മഴയൊക്കെ പെയ്ത് ഒക്കെ തോർന്നൊരു സമയത്താണ് ഹി ഈസ് ആക്ച്വലി മൂവിങ് ത്രൂ ദ ഗാർഡൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഹി ഈസ് ആക്ച്വലി കളക്ടിങ് ജാസ്മിൻസ് ഫ്രം ദ ബുഷ്. ജാസ്മിൻ ചെടിയിൽ നിന്ന് ജാസ്മിൻസ് പ്ലക്ക് ചെയ്യുകയാണ് ആര്, ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇവന് തോന്നിയ ഒരു കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു മരം കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തുള്ളികൾ മുഴുവൻ താഴേക്ക് വന്നിട്ട് ജസ്റ്റ് ലൈക്ക് എ റെയിൻ, ഒരു ഷവർ പോലെ അത് മാറും. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഹി വാസ് ആക്ച്വലി ട്രൈയിങ് ആൻഡ് ഹി ട്രൈഡ് ഇറ്റ് ടു. അവൻ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ആ മരത്തെ പിടിച്ചിട്ട് കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കിയ സമയത്ത് ആ മരത്തിലുണ്ടായിരുന്ന വെള്ളത്തുള്ളികൾ മുഴുവൻ ഗ്രാൻഡ് ഫാദറിൻ്റെയും അതേപോലെ തന്നെ ഇവൻ്റെയും മുകളിൽ പതിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവന് പേടിയുണ്ട്, പക്ഷെ എന്നാലും ഗ്രാൻഡ് ഫാദറിന് വളരെ പേടിയാണ് ഈ കുട്ടിക്ക്. പക്ഷെ എന്നാലും ഇവൻ ജസ്റ്റ് ഒരു കുസൃതി, ഒരു വികൃതി എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഗ്രാൻഡ് ഫാദർ ഹി ബിക്കെയിം വെരി ആംഗ്രി ഓർ ഫ്യൂരിയസ് എന്നാണ് നമ്മൾ പറയുക, ദേഷ്യം പിടിക്കുന്നതിന്. അപ്പോൾ വളരെ ദേഷ്യം പിടിച്ചിട്ട് ഗ്രാൻഡ് ഫാദർ പറയും, നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അച്ഛന്മാരും അമ്മമ്മമാരും ഒക്കെ നമ്മളോട് പറയുമല്ലേ, നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഗ്രാൻഡ് ഫാദർ ആരോട് പറയുന്നത്, രാജനോട് പറയുന്നത്, നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, യു കം ടു ഹോം. അതിനുശേഷം പിന്നെന്താ നമുക്ക് കാണാൻ പറ്റുക, പിന്നെ ഇവൻ അതായത് രാജ് പേടിക്കുകയാണ്.
അതായത് രാജിൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛൻ എന്നെ അടിക്കുമോ എന്ന പേടിയിൽ രാജ് എന്ത് ചെയ്യാണ്? ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്. ഐ വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഐ വാസ് afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around and then ran towards home. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് ഫീൽഡിൽ പോയി നിൽക്കുകയാണ്. പക്ഷേ ഫീൽഡിൽ പോയി നിന്ന സമയത്ത് ഇരുടാവാൻ തുടങ്ങിയപ്പോൾ രാജിന് വല്ല പേടിയാവാൻ തുടങ്ങി. രാജ് കേട്ട് മറന്ന ഈ പ്രേത കഥകളും ഒക്കെ ഇവൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ഇവനെ പേടിപ്പെടുത്തുകയാണ്. അപ്പോൾ അവൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടി കൊള്ളുന്നതാണ്, മുത്തശ്ശൻ്റെ അടി കൊള്ളുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഹി റാൻ ടുവേർഡ്സ് ഹിസ് ഹോം. ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. എവിടത്തേക്ക്? വീട്ടിലേക്ക്. പിന്നെന്താ സംഭവിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് റൺ അപ്പ്. She looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. അപ്പോൾ ഗ്രാൻഡ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് മദർ ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് രാജ് ടു കം ബാക്ക് അല്ലേ. ഗ്രാൻഡ് മദർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവിടെയും നോക്കി, വീടിൽ നോക്കി, ഫീൽഡിൽ നോക്കി, എല്ലാം അവിടെ നോക്കിയിട്ടും ആരെ കാണാൻ പറ്റുന്നില്ല? നമ്മളെ രാജിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മുത്തശ്ശനോട് പോയി ചോദിക്കുകയാണ്, നിങ്ങളെങ്ങാൻ കണ്ടോ? ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങാൻ കണ്ടോ എൻ്റെ മോനെ, രാജിനെ കണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നൊരു കാര്യം എന്താണ്? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ. അതെല്ലാവർക്കും ഉള്ളൊരു വിശ്വാസമാണ്. പുറത്തേക്കൊന്നും പോവില്ല, നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ അവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നീ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഹിം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഹി ഈസ് നോട്ട് ഇൻ ദി ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ്. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവ്രിവെയർ. അപ്പോൾ ഗ്രാൻഡ് മദറിന് പേടിയാവാൻ തുടങ്ങാണ്. എന്നിട്ട് ഗ്രാൻഡ് മദർ എന്താ പറയുന്നത്? ഞാൻ എല്ലാവിടെയും നോക്കി, എനിക്ക് അവൻ എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂസ് സ്പ്രെഡ്സ്. ന്യൂസ് സ്പ്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂസ് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ വില്ലേജിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്, ഒരു വീട്ടിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ അതറിയും. അതേപോലെ തന്നെ ആ നാട്ടുകാരൊക്കെ നമ്മളെ വീടുകളിലേക്ക് വരികയും ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു സിറ്റുവേഷനാണ് ഹിയർ ദ റൈറ്റർ ഓൾസോ ഡിസ്ക്രൈബ്സ്. എന്താ ഇവിടെ പറയുന്നത്? ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്, "Come, Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come, you draw him away. I heard you say that you would beat him if he കം ഹോം. അപ്പോൾ ഗ്രാൻഡ് മദർ പറയുന്ന ഒരു കാര്യം എന്താണ്? ഗ്രാൻഡ് ഫാദർ ആദ്യം എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് ഒച്ചത്തിൽ ഇവനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഗ്രാൻഡ് ഫാദർ പറയുന്നത് എന്താണ്? നീ ഇങ്ങോട്ടേക്ക് വന്നോ, തിരിച്ചു വന്നോ, യു ജസ്റ്റ് കം ബാക്ക്, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒരിക്കലും അടിക്കില്ല. പക്ഷേ ഗ്രാൻഡ് മദർ പറയുന്നത് എന്താണ്? എന്നിട്ടും ഇത് കേട്ടിട്ടും രാജ് എന്ത് ചെയ്യാണ്? രാജ് മിണ്ടാതെ ഒരു മൂലയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. അവൻ എങ്ങോട്ടേക്കാണ് പോയത്? ഹി വെൻറ്റ് ടു ദി കൗ ഷെഡ്. പശുവിനെ കെട്ടിയ തൊഴുത്തിലേക്ക് പോയിട്ട് അവിടെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടും ഗ്രാൻഡ് മദർ വിളിച്ചിട്ടും ഒന്നും ഇവൻ എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നില്ല. ഹി വാസ് ദെയർ, സൈലൻ്റ്ലി ഹി വാസ് സിറ്റിംഗ് ദെയർ. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് മദർ പറയും, എനിക്ക് തോന്നുന്നില്ല അവൻ വരുമെന്ന്, കാരണം അവൻ വന്നു കഴിഞ്ഞാൽ അടിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ നിന്നോ ഗ്രാൻഡ് മദറിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വെൻ ഹി വിൽ കം ഹിയർ ദ ഗ്രാൻഡ് ഫാദർ വിൽ ബീറ്റ് ഹിം. ദെൻ പിന്നെന്താ സംഭവിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ കോൾഡ് ദി സെർവൻറ്റ്സ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ദേ വെൻറ്റ് ഔട്ട് ബട്ട് ആഫ്റ്റർ എ വാക്ക് റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. Grandmother started weeping. Grandfather started walking up and down the country yard. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുകയാണ്? അവിടെയുള്ള സെർവൻസിനൊക്കെ കൂട്ടിയിട്ട് പറയുകയാണ്, ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഹിം. എങ്ങനെയായാലും സാരമില്ല, എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, എനിക്ക് അവനെ തിരിച്ച് കിട്ടണം. അപ്പോൾ യു ഗോ ആൻഡ് സെർച്ച് ഹിം. പക്ഷെ എന്താണ്, ഈ സെർവൻസ് കുറേയൊക്കെ പരതി അവിടെ ഇവിടെയൊക്കെ നോക്കി, പക്ഷെ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവർ പറയുകയാണ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ഫൈൻഡ് ഹിം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അല്ലേ, ആ ഒരു തൊഴുത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൊഴുത്തിലൊന്ന് പരതി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? രാജിനെ കിട്ടും. പക്ഷേ സെർവൻസ് എന്ത് ചെയ്യാണ്? വളരെ ഒരു എന്താ പറയുക, ലാവിഷായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പോയി വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പരതിയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് എന്താ പറയുന്നത്? ദേ ഡിഡൻറ്റ് ഫൈൻഡ് ഹിം.
The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ദേഷ്യം പിടിക്കാം. അപ്പോൾ ആ വീട്ടിലേക്ക് ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് ആദ്യം നെയ്ബേഴ്സ് വരികയാണ്. ഓഫ് കോഴ്സ് നെയ്ബേഴ്സ് ആണ് ആദ്യം വരിക അല്ലേ. നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുറത്തെ അയൽക്കാർ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ. അവരെങ്ങോട്ടേക്ക് വരികയാണ്? ആദ്യം വീട്ടിലേക്ക് വരികയാണ്. പിന്നെ കുറേ റിലേറ്റീവ്സ് വരികയാണ്. അപ്പോൾ ഇവരൊക്കെ ഈ വന്നവർ എന്താ ചെയ്യുന്നത്? ഗ്രാൻഡ് മദറിനെ ആശ്വസിപ്പിക്കുകയാണ്. ആസ് സംതിങ് ഹാപ്പൻ ടു ദ ബോയ്ക്ക് എന്തോ സംഭവിച്ച പോലെ ഈ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. ആ ഒരു സമയത്ത് ഗ്രാൻഡ് ഫാദറിന് കുറച്ച് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ എന്ത് പറയുകയാണ്? എൻ്റെ രാജ് അവനെ അങ്ങനെ കാണാണ്ടായിട്ടൊന്നുമില്ല, അവനൊന്നും പറ്റിയിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഹി വാസ് ഹിയർ ദെയർ, ഇവിടെ എവിടെയോ അവനുണ്ട്, ഇവിടെ എവിടെയോ അവൻ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എവിടെയോ അവൻ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ആര് പറയുകയാണ്? ഗ്രാൻഡ് ഫാദർ, ബിക്കോസ് ഹി വാസ് ഹാവിങ് എ ഹോപ്പ് ഇൻ ഹിം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? സം ഓഫ് ദെം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, വെറുതെ ഇവിടെ നിന്ന് സമയം കളയുന്നിട്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ചും വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞും സമയം കളയാതെ യു ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഫോർ ഹിം. പുറത്തിറങ്ങിയിട്ട് അവന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്? മോർ ആൻഡ് മോർ പീപ്പിൾ came and soon there was a big crowd. By now grandfather had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women and the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. I felt very sorry for grandmother. I wanted to come out. Grandfather was a man of strong will, but I know that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. At that moment, uncle returned. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, "God heard my prayers and has given you back to us." അപ്പോൾ പുറത്ത് ഇവനെ സെർച്ച് ചെയ്ത് പോയ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, "ദേ ഡിഡ്ന്റ് ഫൈൻഡ് ഹിം അഗെയിൻ." ഒന്നുകൂടി അവർ പരതി പോയിട്ടുണ്ട്, പക്ഷെ അന്വേഷിച്ച് പോയിട്ടും ഇവനെ കിട്ടിയില്ല. അങ്ങനെ എല്ലാവരും തിരിച്ചു വന്ന സമയത്ത് ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാണ്? ആ ഹോപ്പൊക്കെ പോയി ഗ്രാൻഡ് മദറിൻ്റെ. അത്രയും നേരം ഗ്രാൻഡ് മദറിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വൺ ടൈം ഓർ 1 മിനിറ്റ് ഓർണർ ഈ കുട്ടി തിരിച്ചു വരും. പക്ഷേ വന്നില്ല. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നെയും കരയാൻ തുടങ്ങി. വീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക. അങ്ങനെ കരഞ്ഞു ഇവർ ക്ഷീണിച്ചു. പക്ഷെ ആ സമയത്ത് എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വിമൻ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളും കൂടി ഈ ഒരു കരച്ചിലിൽ അവിടെയുള്ള സെർവൻസും ബാക്കിയുള്ളവരും ഒക്കെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ആർക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്? ഗ്രാൻഡ് ഫാദർ, ബിക്കോസ് ഹി വാസ് വെരി സ്ട്രോങ്. എപ്പോഴും നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സ് സ്ട്രോങ് ആയിരിക്കും അല്ലേ. നമ്മൾ മുത്തശ്ശന്മാരൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ. അവരുടെ മനസ്സ് വളരെ പാവമായിരിക്കും, കുഞ്ഞി കുട്ടികളുടെ മനസ്സായിരിക്കും. പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നത് ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് ഓൾ. അപ്പോൾ അതേപോലെ ഈ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. ഹി ഈസ് ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു എസ് ടെമ്പിൾ. അവിടെയുള്ള കുടുംബക്ഷേത്രം നോക്കിയിട്ട് ആ ദിശയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരണേ, അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഐ വോണ്ട് ബീറ്റ് ഹിം. അവൻ വന്നാൽ തന്നെ ഞാൻ അവനൊരിക്കലും അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹി വാസ് ജസ്റ്റ് പ്രേയിങ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അങ്കിൾ, ഓക്കെ, അനദർ ക്യാരക്ടർ ഓഫ് ദാറ്റ് ഹോം, ആ വീട്ടിലുള്ള മറ്റൊരു ക്യാരക്ടറായ അങ്കിൾ എങ്ങോട്ടേക്ക് വരികയാണ്? ഇവിടത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്കിള് സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി അവിടെ കൂടി നിന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അങ്കിളിന് ഒരു ഐഡിയ വരികയാണ്. അങ്കിളിന് അറിയാം വേർ ദിസ് രാജ് വിൽ ബി, ഈ രാജ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് അങ്കിളിന് നല്ലോണം അറിയാം. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്യുകയാണ്? നേരെ വെച്ചടിച്ച പോലെ അദ്ദേഹം എങ്ങോട്ടേക്ക് പോവുകയാണ്? ഈ കൗഷെഡിലേക്ക് പോയിട്ട് രാജിനോട് തിരിച്ച് വരാൻ പറയുകയാണ്. അങ്ങനെ രാജിനെയും കൂട്ടിയിട്ട് അങ്കിൾ കെയിം ബാക്ക് ടു ഹിസ് ഹോം, വീട്ടിലേക്ക്
തിരിച്ചു വരികയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡിങ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഗ്രാൻഡ് ഫാദറും എല്ലാം കണ്ണ് തുറന്ന് നോക്കുകയാണ്. പ്രെയറൊക്കെ കഴിഞ്ഞിട്ട്, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹി വാസ് സീയിങ് ദിസ് ബോയ് അവിടെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് ഗ്രാൻഡ് ഫാദർ പറയുന്നൊരു കാര്യം എന്താണ്, കണ്ടോ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ നിന്നെ എനിക്ക് ദൈവം കൊണ്ട് തന്നു, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്നേഹവും ഗ്രാൻഡ് മദറിൻ്റെ സ്നേഹവും ഇവരെ നമ്മൾ ഒരിക്കലും പേടിപ്പിക്കാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അവരെ ഒരു നിമിഷ നേരം പോലും നമ്മൾ അവരെ ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് റൈറ്റർ തരുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റർ ആരാന്ന് നോക്കണം അല്ലേ. ആദ്യം നമ്മൾ നോക്കിയില്ല, നമ്മളിപ്പോൾ നോക്കുകയാണ് റൈറ്റർ ആരാന്നുള്ളത്. ദ റൈറ്റർ ഈസ് ആക്ച്വലി കേശവൻ ശങ്കരപ്പിള്ളൈ എന്ന് പറയുന്നത് വൺ ഓഫ് ദി വെരി ഫേമസ് കാർട്ടൂണിസ്റ്റാണ്. കാർട്ടൂൺ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ബാലരമ, ബാലഭൂമി, അതേപോലെ തന്നെ നമ്മൾ പേപ്പർ, നമ്മളെ മനോരമയായാലും മാതൃഭൂമി പേപ്പർ ആയാലും അതിൻ്റെയൊക്കെ താഴെ നമുക്ക് ചില കാർട്ടൂൺസ് കാണാൻ പറ്റും അല്ലേ, ചില ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാർട്ടൂണുകളിലെ ഏറ്റവും ഫേമസ് കാർട്ടൂണിസ്റ്റ് എന്നാണ് ഈ കാർട്ടൂൺ വരയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാർട്ടൂണിസ്റ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ശങ്കരപ്പിള്ളൈ. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി യൂസ് ടു ഡ്രോ പൊളിറ്റിക്കൽ കാർട്ടൂൺസ് ആണ്. നമ്മളെ മുഖ്യമന്ത്രിയും ശൈലമ്മയും ശൈലജ ടീച്ചറും ഒക്കെ വരുന്ന കാർട്ടൂൺസാണ് ഹി യൂസ് ടു ഡ്രോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് യു ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. എൻ്റെ കൂട്ടുകാർക്ക് അത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.